ഇതിന് ഈ ഒരു പുഡിങ്ങാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും കേട്ടോ അന്നത്തെ സ്റ്റാർ. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള തീ പോലും കത്തിക്കാതെ 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പുഡിംഗ് ആണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 200 ഗ്രാം കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മധുരത്തിന് കണ്ടൻസ് മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് വെറുതെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു അരികവശമൊക്കെ ഒന്ന് കളയാം. അപ്പോൾ ഞാൻ വലിയ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ ഒരു 5 മതി. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേക്ക് 8 വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാ ആ ട്രേക്ക് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മിൽക്ക് മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ബ്രെഡ് ഇതെല്ലാം ഒന്ന് സോക്കായിട്ട് കിട്ടും കേട്ടോ. ബ്രെഡിൽ ഈ ഒരു മിൽക്ക് നന്നായിട്ട് തന്നെ സോക്കായിട്ട് കിട്ടും. അങ്ങനെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് കടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തെടുക്കുക. ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ 3 ലെയറായിട്ടാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ട്രേക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വലിയ ട്രേക്കാണെന്ന് 2 ലെയർ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയറായിട്ടും വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ടോട്ടൽ 5 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ അത് മിൽക്ക് മിക്സ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ മിൽക്ക് മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലൂടെ ഒഴിച്ചിട്ട് നമ്മൾ മിൽക്ക് കേക്കൊക്കെ കഴിക്കുന്ന പോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് മുകളിൽ വീണ്ടും കുറച്ചുകൂടെ നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലൊരു 4 മണിക്കൂറൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഞാൻ മിൽക്ക് മിക്സ് കുറച്ചുകൂടെ എക്സ്ട്രാ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. മിൽക്ക് കേക്ക് ഞാൻ പറഞ്ഞല്ലോ, മിൽക്ക് കേക്കൊക്കെ കഴിക്കുന്ന പോലെ അടിപൊളിയായിട്ടാണ്. ഉണ്ടാക്കി നോക്കാത്തവർ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇതിനുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്